സുഹൃത്തുക്കളെ, കാറുകളുടെ ലോകത്തേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ പരിശോധിക്കുന്നത് സീഗർ 9X എന്ന ചൈനീസ് SUVയെക്കുറിച്ചാണ്. ഓട്ടോമൊബൈൽ സാഹസികതയുടെയും സാങ്കേതിക വിദ്യയുടെയും ഈ അദ്ഭുത ലോകത്തേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. ഇവിടെ ഓരോ വീഡിയോയും ഒരു പുതിയ യാത്രയാണ്. കാറുകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിനിവേശം മനസ്സിലാക്കി നിങ്ങൾക്ക് വേണ്ടി തന്നെ ഞങ്ങൾ ചെയ്യുന്ന ഒരു ആഴത്തിലുള്ള പരിശോധനയാണ് സുഹൃത്തുക്കളെ. ഫസ്റ്റ് റോയിലേക്ക് കടന്നാൽ സ്റ്റിയറിംഗ് വീൽ കാണുമ്പോൾ തന്നെ അനുഭവപ്പെടുന്നു ഇത് ഒരു സാധാരണ കാർ അല്ലെന്ന്. ഇത് പൂർണ്ണമായും ഡിജിറ്റൽ ഡ്രൈവർ ഡിസ്പ്ലേ, പ്രീമിയം ലെതർ, ഒപ്പം ക്രോം ട്രിം കോമ്പിനേഷൻ. ഒരു ബെൻസ് എസ് ക്ലാസ് പോലുള്ളവ ഇന്നോവയുടെ തരത്തിൽ എത്തുന്ന ഒരു ക്വാളിറ്റി. ഇവിടെ ഓരോ ബട്ടണും ഓരോ സ്വിച്ചും ഒരു ക്ലിക്ക് ഫീൽ നൽകുന്നു. ഇത് ജർമ്മൻ കാറുകളുടെ ബിൽഡ് ക്വാളിറ്റിയേക്കാൾ മെച്ചപ്പെടുത്തുന്നു. സെക്കൻഡ് റോ, ഇതാണ് ഈ കാറിന്റെ ഹൃദയം. സാധാരണ കാറുകളിൽ റിയർ സീറ്റുകൾ എന്ന് വിളിക്കപ്പെടുന്നവ ഇവിടെ ഒരു ഫസ്റ്റ് ക്ലാസ് എയർലൈൻ സീറ്റാണ്. ഒരു എസ് ക്ലാസ് എയർലൈനിൽ പോകുന്ന ഫീലിംഗ് ലഭിക്കും. ഒരു ചെറിയ ടച്ച് സ്ക്രീൻ കൺട്രോളിൽ നിന്ന് നിങ്ങൾക്ക് സീറ്റുകൾ റീക്ലൈൻ ചെയ്യാം. മസാജ് ഓപ്ഷനുകൾ ഓണാക്കാം. ഹീറ്റിംഗ്, കൂളിംഗ് എല്ലാം കൺട്രോൾ ചെയ്യാം. ഒരു സൂപ്പർ ലക്ഷറി ഹോട്ടൽ ലോബി പോലെയുള്ള ഫീൽ. തേർഡ് റോയിലേക്ക് കടന്നാൽ മിക്ക സെഡാനുകളിലും ഇല്ലാത്തതും മിക്ക SUVകളിലും നാമമാത്രമായി ഉള്ളതുമായ തേർഡ് റോയ് ഇവിടെ യഥാർത്ഥത്തിൽ ഉപയോഗിക്കാവുന്ന സ്പേസാണ്. കുട്ടികൾക്കോ ചെറിയ പ്രയാണികൾക്കോ വേണ്ടി ഇത് ഒരു ഓഡിറ്റോറിയം പോലെയാണ്. സീറ്റ് റിക്ലൈൻ ഓപ്ഷൻ കൂടിയുണ്ട്. ഇനി ഏറ്റവും അത്ഭുതകരമായ ഭാഗങ്ങളിലേക്ക്. ആദ്യമായി പറയാനുള്ളത് ചലിക്കുന്ന TV സ്ക്രീൻ. ഇതാണ് സീഗർ 9Xന്റെ ക്രൗൺ ജുവൽ. ഫ്രണ്ട് സീറ്റുകളുടെ പിന്നിൽ ഒരു വലിയ സ്ക്രീൻ നിങ്ങൾ കാണും. എന്നാൽ ഇത് സാധാരണ ഫിക്സഡ് സ്ക്രീൻ അല്ല. ഒരു ബട്ടൺ അമർത്തുമ്പോൾ ഈ സ്ക്രീൻ മുന്നോട്ട് വന്ന് ഒരു ടെലിസ്കോപ്പിക് പോലെ ഉയരും. ഇത് ഒരു ഫസ്റ്റ് ക്ലാസ് എയർലൈൻ സീറ്റിൽ കാണുന്ന ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം പോലെയാണ്. മറ്റൊരു അദ്ഭുതമാണ് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ. ഡ്രൈവർമാർക്ക് മുന്നിലുള്ള സ്ക്രീൻ ഒരു ചെറിയ സിനിമ തന്നെ. വിവരങ്ങൾ അതിക്ലിയർ ആയി കാണിക്കുമ്പോൾ ഡിസൈൻ ഒരു ഹൈ എൻഡ് സ്മാർട്ട് ഫോണിന്റെ ഇന്റർഫേസ് പോലെയുള്ളതാണ്. പിന്നെ പ്രധാനമായും പ്രീമിയം സൗണ്ട് സിസ്റ്റം. സാധാരണ കാറുകളിൽ സ്പീക്കറുകൾ ഉണ്ടാകും. ഇവിടെ സീഗർ 9Xൽ അതിന്റെ പ്രീമിയം നെയിം സൗണ്ട് സിസ്റ്റത്തിന്റെ ഭാഗമായി 32 സ്പീക്കറുകളുണ്ട്. 3868 kW സ്പീക്ക് പവർ ഔട്ട്പുട്ടും ഡോൾബി ആറ്റംസ് പിന്തുണയും ഉപയോഗിച്ച് ആഴത്തിലുള്ളതും കച്ചേരി പോലുള്ളതുമായ അനുഭവം നൽകുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ ഹൈ എൻഡ് ഓഡിയോ സജ്ജീകരണം ഒരു പ്രധാന സവിശേഷതയാണ്. ചുരുക്കത്തിൽ സീഗർ 9Xന്റെ ഇന്റീരിയർ പറയുന്നത് ഇതാണ്: ഇത് ഒരു കാർ മാത്രമല്ല, ഒരു മൊബൈൽ ലക്ഷറി ലോഞ്ചാണ്. ലഗേജ് സ്പേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മൂന്നാം വരി സീറ്റുകളിൽ ആളുകൾ ഇരിക്കുന്ന സാഹചര്യത്തിൽ പിന്നിൽ ഏകദേശം 340 ലിറ്റർ വരെ ലഗേജ് ലഭ്യമാണ്. ഇത് ഒരു സെഡാൻ കാറിന് സമാനമായ സ്പേസാണ്. മൂന്നാം വരി സീറ്റുകൾ മടക്കി രണ്ടാം വരി മാത്രം ഉപയോഗിക്കുമ്പോൾ ലഗേജ് സ്പേസ് വളരെയധികം വർദ്ധിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് ഏകദേശം 850 ലിറ്റർ വരെ സ്ഥലം ലഭിക്കും. എല്ലാ റിയർ സീറ്റുകളും മടക്കിയാൽ നിങ്ങൾക്ക് ഒരു വാനിന് തുല്യമായ 2000 ലിറ്ററിൽ കൂടുതൽ വിശാലമായ ഒരു സ്പേസ് ലഭിക്കും. ഇത് ഒരു സ്റ്റുഡിയോ അല്ലെങ്കിൽ ഒരു ചെറിയ ട്രക്ക് എന്ന ഫീലിംഗ് തോന്നിക്കും. ഇത് ഒരു റോഡ് കാർ മാത്രമല്ല. സീഗർ 9Xന്റെ ഇലക്ട്രിക് ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റം ചതുപ്പ് സ്ഥലങ്ങളിലോ ചെളിയിലോ അകപ്പെട്ടാൽ എങ്ങനെ ടോർക്ക് സ്മാർട്ടായി വിതരണം ചെയ്യുന്നു എന്ന് നോക്കൂ. ഓരോ ചക്രവും സ്വതന്ത്രമായി നിയന്ത്രിക്കപ്പെടുന്നു. ട്രാക്ഷൻ കൺട്രോൾ കൈമാറ്റം ചെയ്യുന്നു. ഒരു ലക്ഷറി SUVന് ഈ ലെവൽ ഓഫ് റോഡ് കഴിവ് അത്ഭുതകരമാണ്. സീഗർ 9X നമ്മുടെ കേരളത്തിന് പറ്റിയ വണ്ടിയാക്കുന്നു. 0 to 100 സ്പീഡ് വെറും 3.1 സെക്കൻഡിൽ. ഇതാണ് സീഗർ 9Xന്റെ ഇമ്പാക്ട്. ഒരു പോർഷ് കൈമൻ അല്ലെങ്കിൽ ഒരു BMW XM മാതിരിയുള്ള യൂറോപ്യൻ സ്പോർട്സ് SUVനെതിരെയുള്ള ട്രറാഗ് റേസിൽ ഈ 2.8 ടൺ ഭാരമുള്ള ഭീമൻ അവരെ ആദ്യം തന്നെ സ്പീഡിൽ പിന്നിൽ ആക്കുന്നു. ഇലക്ട്രിക് പവർ ഇങ്ങനെയാണ് ഗെയിം ചേഞ്ച് ചെയ്യുന്നത്. സീഗർ 9X ഒരു പ്ലഗ്-ഇൻ ഹൈബ്രിഡ് ആണ്. 1381 ഹോഴ്സ് പവർ വരെ ഉത്പാദിപ്പിക്കാൻ ഇതിന് കഴിയും.
ഒരു സൂപ്പർ കാറിനേക്കാൾ ശക്തിയുള്ള ലക്ഷറി SUVയാണ് സീഗർ 9X. ഇതിന്റെ എഞ്ചിൻ 2.0 ലിറ്റർ ടർബോചാർജ്ഡ് ഇൻലൈൻ 4 പെട്രോൾ എഞ്ചിനാണ്. 3 ഇലക്ട്രിക് മോട്ടോർ സിസ്റ്റവുമായി 1 മുൻവശത്തും 2 പിൻവശത്തും ജോഡിയാക്കിയ ഇത് ഉയർന്ന ട്രിമ്മുകളിൽ 1381 ഹോഴ്സ് പവർ കവിയുന്ന സംയോജിത ഔട്ട്പുട്ട് നൽകുന്നു. ഓട്ടോമൊബൈൽ ലോകത്തെ ഞെട്ടിച്ച ഒരു പുതിയ ആഡംബര സ്പോർട്സ് SUVയാണ് ഇത്. പക്ഷേ ഇപ്പോൾ മറ്റുള്ള ആഡംബര വണ്ടികൾക്ക് ഒരു പുതിയ ചലഞ്ചർ കൂടിയാണ്. ഇതാണ് ചൈനയിലെ സീഗറിന്റെ ഏറ്റവും പുതിയ ആഡംബര ഇലക്ട്രിക് സ്പോർട്സ് SUV സീഗർ 9X. ഇത് ലോകത്തിലെ ആഡംബരത്തിന്റെ നിർവചനം പൂർണ്ണമായും മാറ്റാൻ പോവുകയാണ്. ടെക്നോളജി പരമായും സ്പോർട്സ് രംഗത്തും ആഡംബര ഫീച്ചറുകൾ കൊണ്ടും വില കൊണ്ടും മറ്റുള്ള എല്ലാറ്റിനെയും വെല്ലുവിളിക്കുകയാണ്. ഈ വീഡിയോയിൽ ഞങ്ങൾ ഈ ശക്തനായ പുതുമുഖത്തെ ആഴത്തിൽ പരിശോധിക്കുന്നു. ഇത് പ്രധാനമായും ചാലഞ്ച് ചെയ്യുന്നത് റോൾസ് റോയ്സിന്റെ കള്ളിനൻ ആകുന്നു. എയർ സസ്പെൻഷൻ, അഡാപ്റ്റീവ് ഡാംപറുകൾ. റോൾസ് റോയ്സ് കള്ളിനന്റെ മാജിക് കാർപ്പറ്റ് റൈഡ് ഫീലിനെതിരെ സീഗർ 9Xന്റെ സസ്പെൻഷൻ സിസ്റ്റം പോരാടുന്നു. റോഡിലെ ചെറിയ അസമതലങ്ങളും ഇത് ആഗിരണം ചെയ്യുന്നു. കള്ളിനന്റെ കാൽ 100% കംഫോർട്ടും 10% വെറും വിലയിൽ ലഭിക്കുന്നു എന്ന് പറയാം. ഒരു സാങ്കേതിക വിജയം. ഇതിന്റെ വിലയെ പറ്റി പറയുകയാണെങ്കിൽ റോൾസ് റോയ്സ് കള്ളിനൻ X ഷോറൂം പ്രൈസ് 12 കോടി രൂപയാണ്. ടാക്സ് കൂട്ടിയാൽ 15 കോടി രൂപയാണ്. നേരെ മറിച്ച് സീഗർ 9Xന്റെ വില വെറും 57 ലക്ഷം രൂപ മാത്രമാണ്. നിലവിൽ ഇന്ത്യയിൽ ലഭ്യമല്ലെങ്കിലും ടാക്സ് കൂട്ടിയാൽ ഏകദേശം 1 കോടി രൂപയോളം വരും. റോൾസ് റോയ്സ് കള്ളിനേക്കാൾ ലക്ഷറി ഫീച്ചേഴ്സും അഡ്വാൻസ്ഡ് ടെക്നോളജിയും വെറും 7% രൂപയ്ക്ക് ലഭിക്കും. ഇതാണ് ലോകത്തെ വെല്ലുവിളിക്കുന്ന ചൈനീസ് ടെക്നോളജി. ആദ്യം അതിന്റെ പവർ ട്രെയിനിൽ. ഇതിന് ഇരുചക്ര ഡ്രൈവ്, ഡ്യുവൽ മോട്ടോർ ഓൾ വീൽ ഡ്രൈവ് സെറ്റപ്പാണ്. ഇതിനർത്ഥം നിങ്ങൾക്ക് ചെളിയിലോ മണലിലോ കയറേണ്ടതുണ്ടെങ്കിൽ സിസ്റ്റം ഓട്ടോമാറ്റിക്കായി ഓരോ ചക്രത്തിലേക്കും ആവശ്യമായ തികച്ചും കൃത്യമായ ടോർക്ക് അയക്കുന്നു. ഒരു വീൽ സ്റ്റെക്ക് ആവാൻ തുടങ്ങിയാൽ അത് ഉടൻ ലോക്ക് ചെയ്യപ്പെടുകയും പവർ മറ്റേ വീലിലേക്ക് മാറ്റുകയും ചെയ്യുന്നു. ഇതൊരു യഥാർത്ഥ ഓഫ്-റോഡറിന്റെ ഡിഫറൻഷ്യൽ ലോക്ക് പോലെയാണ് പ്രവർത്തിക്കുന്നത്. പിന്നെയുള്ള കാര്യം അതിന്റെ എയർ സസ്പെൻഷൻ. ഇത് ഒരു ഗെയിം ചേഞ്ചർ ആണ്. നിങ്ങൾക്ക് വഴിയിലെ വലിയ കുഴികളും അനായാസം കടക്കാം. കാരണം സസ്പെൻഷൻ റൈഡ് ഹൈറ്റ് 200 മില്ലിമീറ്റർ വരെ വർദ്ധിപ്പിക്കാം. ഇത് കൂടുതൽ ഗ്രൗണ്ട് ക്ലിയറൻസ് നൽകുന്നു. പിന്നെ നിങ്ങൾക്ക് ഹൈവേയിലേക്ക് മടങ്ങുമ്പോൾ വീണ്ടും റൈഡ് ഹൈറ്റ് താഴ്ത്തി കാറിനെ സ്ഥിരതയുള്ളതും ആഡംബരപൂർണവുമായ ഒരു ഡ്രൈവിംഗ് അനുഭവമാക്കി മാറ്റാം. പിന്നെ കുറെ ഡ്രൈവ് മോഡുകൾ ഇതിലുണ്ട്. ഇതിൽ ഒരു ഓഫ് റോഡ് അല്ലെങ്കിൽ ചെളി, മണൽ ഡ്രൈവ് മോഡ് ഉണ്ട്. ഇത് തിരഞ്ഞെടുക്കുമ്പോൾ പവർ ഡെലിവറി, ടോർക്ക്, ബ്രേക്കിംഗ് എല്ലാം തന്നെ ഓഫ് റോഡ് പരിസ്ഥിതിക്ക് അനുയോജ്യമായ രീതിയിൽ സംവിധാനം ചെയ്യപ്പെടുന്നു. സ്റ്റിയറിംഗ് വീൽ ഭാരമേറിയതാക്കുകയും വാഹന നിയന്ത്രണം എളുപ്പമാക്കുകയും ചെയ്യുന്നു. അവസാനമായി ചെളിയിലൂടെയുള്ള കടുത്ത മഴക്കാലത്ത് അല്ലെങ്കിൽ ഒരു ചെളിത്തടം നിറഞ്ഞ പാതയിൽ സീഗർ 9Xന്റെ ഇലക്ട്രിക് ടോർക്കിന്റെ നേർക്കുനേർ സവിശേഷത ഉപയോഗിച്ച് ചെറിയ ആക്സിലേറ്റർ കൊണ്ട് എളുപ്പത്തിൽ മുന്നോട്ട് പോകുന്നത് നിങ്ങൾ കാണും. ഒരു ഡീസൽ 4x4 SUV പോലും ഇടറിവീഴുന്ന സാഹചര്യത്തിൽ ഈ ഇലക്ട്രിക് ജയന്റ് നിശബ്ദമായി കടന്നുപോകുന്നു.
സെൻസറുകൾ വാട്ടർ ലെവൽ ഡിറ്റക്ട് ചെയ്യുമ്പോൾ സിസ്റ്റം ഓട്ടോമാറ്റിക്കായി ഡോർസ് ലോക്ക് ചെയ്യുകയും കാബിൻ അടച്ചുറപ്പിക്കുകയും ചെയ്യുന്നു. ഇലക്ട്രിക് പവർ ട്രെയിൻ വാട്ടർ സീൽഡ് ആണ്. ഉയർന്ന വേഗതയിൽ ചെറിയ വെള്ളപ്പൊക്ക പ്രദേശങ്ങളിലൂടെ സുരക്ഷിതമായി നീന്തിക്കടക്കാനുള്ള കഴിവ് ഇതിനുണ്ട്. ഒരു ലക്സറി കാറിനുള്ള ഒരു ലൈഫ് സേവിംഗ് ഫീച്ചർ. ഇതൊക്കെ നമ്മുടെ നാട്ടിലേക്ക് വേണ്ടി ഉണ്ടാക്കിയതുപോലെ ഉണ്ട്. എല്ലാ കുണ്ടും കുഴിയും ചെളിയും അനായാസം മറികടക്കാൻ പറ്റിയ ലക്ഷറി ഓഫ് റോഡ് സ്പോർട്സ് SUV കൂടിയാണ്. നൂറ് കിലോമീറ്റർ വേഗതയിൽ ടയർ പൊട്ടുമ്പോഴുള്ള യഥാർത്ഥ ടെസ്റ്റ്. സീഗർ 9Xന്റെ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ESC ആൻഡ് ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ഉടൻ തന്നെ ഇന്റർവീൻ ചെയ്ത് വാഹനത്തിന്റെ ബാലൻസ് നിലനിർത്തുന്നു. സ്റ്റിയറിംഗ് കൺട്രോൾ നഷ്ടപ്പെടാതെ കാറിനെ സുരക്ഷിതമായി നിർത്താനാകുന്നു. ഇതാണ് ഉയർന്ന തലത്തിലുള്ള സുരക്ഷ. പൂർണ്ണമായും ഇരുണ്ട ഒരു ടണലിലേക്ക് കാറിനെ ഓടിക്കുമ്പോൾ ലൈഡാർ, റഡാർ, കാമറകൾ എന്നിവയുടെ കോമ്പിനേഷനായ സീഗർ 9Xന്റെ സെൻസർ സ്യൂട്ട് പിടിച്ചെടുക്കുന്നു. മുൻപിൽ അപ്രതീക്ഷിതമായി വരുന്ന ഒരു മനുഷ്യനെയോ വാഹനത്തെയോ ഡിറ്റക്ട് ചെയ്ത് ഓട്ടോണോമസ് എമർജൻസി ബ്രേക്കിംഗ് AEB സജീവമാക്കുന്നു. ഇരുട്ടിൽ കാണാതെ പോകുന്ന സാധ്യത ഇല്ലാതാക്കുന്നു. കൂടാതെ നമുക്ക് രാത്രികളിൽ യാത്ര ചെയ്യാനും ഓഫ് റോഡ് ചെയ്യാനും വളരെ സുരക്ഷ ഉറപ്പുതരുന്ന വണ്ടി കൂടിയാണ് ഇത്. കൂടാതെ രാത്രിയിൽ യാത്ര ചെയ്യുമ്പോൾ ഇരുണ്ട റോഡിൽ മൃഗങ്ങൾ ചാടിവന്നാൽ തന്നെ സീഗറിന്റെ നൈറ്റ് വിഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം ഇൻഫ്രാറെഡ് ക്യാമറകളും റഡാറും ഉപയോഗിച്ച് തിരിച്ചറിയുകയും ഡ്രൈവറെ മുന്നറിയിപ്പ് നൽകുകയും ആവശ്യമെങ്കിൽ സ്വയം ബ്രേക്ക് ചെയ്യുകയും ചെയ്യുന്നു. ഇങ്ങനത്തെ സിസ്റ്റമാണ് നമ്മുടെ നാട്ടിൽ ആവശ്യമായിട്ടുള്ളത്. സീഗർ 9Xൽ ഇത് രണ്ട് പ്രധാന സവിശേഷതകളുണ്ട്: സ്മാർട്ട് ഓട്ടോ പാർക്കിംഗും ഹൈവേ ഓട്ടോ പൈലറ്റും. ഇതിന്റെ ഓട്ടോ പാർക്കിംഗ് നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാകും. ഇടുങ്ങിയ പാരലൽ പാർക്കിംഗ് സ്ലോട്ട് സ്വന്തമായി കണ്ടെത്തുന്നതാണ്. സിസ്റ്റം നിങ്ങളോട് ചോദിക്കും, പാർക്ക് ചെയ്യട്ടെ. നിങ്ങൾ സമ്മതിച്ചാൽ സ്റ്റിയറിംഗ് വീൽ നിങ്ങളുടെ കൈകളിൽ നിന്ന് പൂർണ്ണമായും നിയന്ത്രണം ഏറ്റെടുക്കുന്നു. കാറിന് ചുറ്റുമുള്ള 12 അൾട്രാസോണിക് സെൻസറുകളും ക്യാമറകളും ഒരുമിച്ച് പ്രവർത്തിച്ച് ഒരു പ്രൊഫഷണൽ ഡ്രൈവർ പോലെ 1 ഇഞ്ച് കൂടുതലോ കുറവോ ഇല്ലാതെ സൂക്ഷ്മമായി കാർ പാർക്ക് ചെയ്യുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ബ്രേക്ക് പെഡലിൽ കാൽ വെച്ചിരിക്കുക മാത്രമാണ്. പിന്നെ ഹൈവേ ഓട്ടോ പൈലറ്റ്. ഇത് ഒരു ലെവൽ 2+ ഓട്ടോണമി സിസ്റ്റമാണ്. ഹൈവേയിൽ എത്തിയാൽ ഓട്ടോ പൈലറ്റ് സജീവമാക്കുക. അപ്പോൾ കാർ സ്വയം തന്നെ അതിന്റെ ലെയിനിൽ കേന്ദ്രീകരിക്കും. ലൈൻ സെന്ററിംഗ് എന്ന് പറയും. പിന്നെ മുൻപിൽ ഉള്ള വാഹനത്തിന്റെ വേഗത അനുസരിച്ച് സ്പീഡ് ക്രമീകരിക്കും. അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ സിസ്റ്റമാണ്. ട്രാഫിക് ജാമിൽ സ്വയം നിർത്തി സ്വയം മുന്നോട്ട് പോകും. ഇതിനു കീഴിൽ ഒരു സ്റ്റീരിയോ ക്യാമറ, 5 റഡാറുകൾ, 12 അൾട്രാസോണിക് സെൻസറുകൾ എന്നിവയടങ്ങിയ ഒരു ശക്തമായ സെൻസർ സ്യൂട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇത് 360 ഡിഗ്രി സുരക്ഷാ പരിധി നൽകുന്നു. സീഗർ 9X ഡ്രൈവിംഗ് അസിസ്റ്റന്റാണ്. ഇത് ഏറ്റവും വിഷമകരമായ പാർക്കിംഗ് പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ദീർഘദൂര യാത്രകൾ ഒരു ആഡംബര ആനുകൂല്യമാക്കി മാറ്റുകയും ചെയ്യുന്നു. ഇത് സുരക്ഷ, കംഫോർട്ടും ടെക്നോളജിയും എല്ലാം ഉള്ള ഒരു വണ്ടി കൂടിയാണ്.
സീഗർ 9Xന്റെ ഹെഡ്ലൈറ്റുകൾ വെറും ലൈറ്റുകൾ അല്ല, അവയെ ഡിജിറ്റൽ എയ്സ് എന്നാണ് വിളിക്കുന്നത്. ഇത് മൾട്ടിബീം ലെഡ് ടെക്നോളജി ഉപയോഗിക്കുന്നു, അതായത് ഇടിഞ്ഞ് 1.3 മില്യൺ ഇൻഡിവിജ്വൽ ലൈറ്റ് ഉണ്ട്. ഡിജിറ്റൽ ലൈറ്റ് പ്രൊജക്ഷൻ കൂടിയുണ്ട്. ഇതിനർത്ഥം ഈ ഹെഡ്ലൈറ്റുകൾക്ക് റോഡിൽ സന്ദേശങ്ങളും ഫോട്ടോകളും പ്രൊജക്റ്റ് ചെയ്യാൻ കഴിയും. ഇതിന്റെ ഫ്രണ്ട് ലൈറ്റിൽ 752 ഡയമണ്ട് ലൈറ്റുകളുണ്ട്, പിന്നിൽ 42,000 ഡയമണ്ട് ലൈറ്റുകളുമുണ്ട്. കൂടാതെ അഡാപ്റ്റീവ് ഡ്രൈവിംഗ് ബീം സവിശേഷതയും ഉണ്ട്. മുൻപിൽ ഒരു കാർ വരുമ്പോൾ സിസ്റ്റം സ്വയം ആ കാറിന്റെ ഭാഗം ലൈറ്റിൽ നിന്ന് മറയ്ക്കുകയും മറ്റെല്ലാ പ്രദേശങ്ങളിലും പൂർണ്ണമായും പ്രകാശം നൽകുകയും ചെയ്യുന്നു. മുന്നിലുള്ള ഡ്രൈവറെ ബ്ലൈൻഡ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് പരമാവധി ദൃശ്യപരതയും സുരക്ഷയും ലഭിക്കും. ഇതിന് 100 കിലോ വാട്സിലധികം ശേഷിയുള്ള ഒരു വലിയ ലിഥിയം അയൺ ഫോസ്ഫേറ്റ് ബാറ്ററി പാക്ക് ആണുള്ളത്. ഇത് ഒറ്റ ചാർജിങ്ങിൽ 700 കിലോമീറ്ററിൽ കൂടുതൽ റേഞ്ച് നൽകുന്നു. കാസർഗോഡിൽ നിന്ന് തിരുവനന്തപുരം വരെ ഒറ്റ ചാർജിൽ പോകാൻ പറ്റും. ഇനി ചാർജിംഗ് വേഗതയെക്കുറിച്ച് പറയാം. സീഗർ 9Xൽ 800 വോൾട്ട് ആർക്കിടെക്ചർ സപ്പോർട്ട് ചെയ്യുന്നു. ഇതിനർത്ഥം ഒരു ഫാസ്റ്റ് DC ചാർജിംഗ് സ്റ്റേഷനിൽ വെറും 15 മിനിറ്റിനുള്ളിൽ 500 കിലോമീറ്റർ റേഞ്ച് നിങ്ങൾക്ക് തിരികെ ലഭിക്കും. ഒരു ചായ കുടിക്കുന്ന സമയം കൊണ്ട് 500 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാനുള്ള കപ്പാസിറ്റി ലഭിക്കും. ചുരുക്കത്തിൽ ദീർഘദൂര യാത്രകൾക്ക് ഭയമില്ല. സീഗർ 9Xന്റെ ബാറ്ററി ഒരു ഫുൾ ടാങ്ക് ഡീസൽ എന്ന പോലെയാണ്, പക്ഷേ ചാർജ് ചെയ്യാൻ എടുക്കുന്ന സമയം വെറും ഒരു ബ്രേക്ക് സമയം മാത്രമാണ്. നിങ്ങൾ ഇപ്പോൾ കാണുന്ന ടെസ്റ്റ് എതിർകാറ്റ് പരീക്ഷണമാണ്, അതായത് കൊടുങ്കാറ്റും മറ്റു ചുഴലിക്കാറ്റും വന്നാൽ വണ്ടിയെ എങ്ങനെ സ്വാധീനിക്കും എന്ന ടെസ്റ്റാണ്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും, ഒരു സെഡാനിനും ട്രക്കിനും പോവാൻ പറ്റാത്ത വിധത്തിലുള്ള കാറ്റാണ് വീശിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ നമ്മുടെ സീഗർ 9Xനെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇത്രയും ഡ്രൈവിംഗ് കംഫോർട്ടും സേഫ്റ്റിയും ഫീച്ചർസും ഉള്ള വേറെ ഏതെങ്കിലും വണ്ടി നിങ്ങൾ കാണാൻ സാധിക്കുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും കാണാം. ഗുഡ് ബൈ.